സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം സമയം ഇവിടെ 1 മണിയൊക്കെ കഴിഞ്ഞു, പുലർച്ചെ 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടതുകൊണ്ട്, ഇത് വേണമെന്ന് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് ഇരുന്ന് നല്ല രീതിയിൽ പഠിച്ചോളുക. മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ ഞാൻ വാല്യൂ ചെയ്യുമ്പോൾ എനിക്ക് ആ സന്തോഷം, നിങ്ങൾ പഠിച്ചതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് പേപ്പറിൽ കാണാൻ സാധിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ 2024-25 പേപ്പറാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് സമയം വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾ, ആക്ടിവിറ്റി 1 ആണ് പറയുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾ ഇൻ ദ ഗിവൺ ഫിഗർ ദാറ്റ് മെഷേഴ്സ് 30 ഡിഗ്രി. പറഞ്ഞിരിക്കുന്ന ആംഗിളിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് 30 ഡിഗ്രി. നിങ്ങൾക്കറിയാം DEC ആണ് പേര്, പറയേണ്ട കാര്യമില്ല. A ക്വസ്റ്റ്യൻ കഴിഞ്ഞു. B ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആംഗിൾ ദാറ്റ് ഈസ് ദ ലീനിയർ പെയർ ഓഫ് DEB. ആരാണ് DEB? DEB, ഇവിടെയുള്ള ഈ ആംഗിളാണ് DEB എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെയുള്ള DEBയുടെ ലീനിയർ പെയർ ആരാണ്? തൊട്ടിപ്പറുള്ള ആളാണ് DEA. DEA ആണ് ഇവിടെയുള്ള ആളുടെ ലീനിയർ പെയർ. അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ ലീനിയർ പെയർ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ ആളാണ് ഇവിടുത്തെ ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ DEA. B ക്വസ്റ്റ്യൻ കഴിഞ്ഞു. C ക്വസ്റ്റ്യൻ, ഇഫ് DAED ഈസ് ട്വൈസ് ഓഫ് BEC. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പറയുന്ന ആംഗിൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന ആംഗിൾ X ആണെങ്കിൽ ഇത് 2X ആണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന CEBയുടെ ഇരട്ടിയാണ് DEA അല്ലേ? അതാണ് ഇവിടെ പറയുന്നുണ്ട്. ദ ആംഗിൾ AED, അതാരാണ്? AED ഈസ് ട്വൈസ് ഓഫ് BEC. ഇവിടെയല്ല പറയണത്, ഇത് ഈ ആംഗിൾ, ഈ ആംഗിളിൻ്റെ ട്വൈസ് ആണ് ഈ ആംഗിൾ, ഇരട്ടിയാണ് ഈ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ചോദ്യം, റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ BEC. BECയുടെയും അതേപോലെ തന്നെ AEDയുടെയും അളവ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യം അതെല്ലാം മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഇവിടെയുള്ള 3 ആംഗിളുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. നിങ്ങൾ നോക്കി, ഇവിടെ ഓൾറെഡി ഒരു 2X ഇരിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ 2X പ്ലസ് ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്. 30 ഡിഗ്രി പ്ലസ് ഇവിടെയുള്ള X എല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആണല്ലോ? ഇവിടെ 2Xഉം Xഉം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3X പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 3X ഈസ് ഈക്വൽ ടു 180 മൈനസ് 30 ആണ്. കാരണം ഇവിടെയുള്ള പ്ലസ് 30 സമത്തിന് ഇപ്പുറമോ മൈനസ് 30, അതൊക്കെ പഠിപ്പിച്ചാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 3X ഈസ് ഈക്വൽ ടു 180 നിന്ന് 30 കുറച്ചാൽ 150 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ X ഈസ് ഈക്വൽ ടു 150 ഹരിക്കണം 3 വരും. കാരണം ഇവിടെ ഗുണിക്കണം 3 സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം 3. അപ്പോൾ X ഈസ് ഈക്വൽ ടു 150നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 50 ഡിഗ്രിയാണ് എന്ന ഉത്തരം നമുക്ക് കിട്ടും. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേഗം കണ്ടുപിടിച്ച് എഴുതാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ രണ്ടും കൂടി നോക്കിയാൽ മതി, നോക്കി എഴുതിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വേഗം ഉത്തരം കിട്ടും. ഈ ആംഗിൾ X, ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ട്വൈസ് എന്നല്ലേ പറഞ്ഞേ, ഇരട്ടി 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 150 കിട്ടുന്നുണ്ടോ നോക്കിയേ. 100, 150, 150, 30, 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഓർമ്മിച്ച് വെച്ചോ. 1 ലീനിയർ പെയർ, 2 ആംഗിൾ, ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചോണം. പിന്നെന്താണ് പറയുന്നത്? D ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ മെഷർ ഓഫ് 1 ആംഗിൾ ഇൻ എ ലീനിയർ പെയർ ഇസ് X. ഒരു ലീനിയർ പെയർ ഉണ്ട്, അതിൽ ഒരു ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ, മറ്റേ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് X ആയിരിക്കും. 180 കുറക്കണം, 180 മൈനസ് X. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ആക്ടിവിറ്റി 2 എന്താണ് പറയുന്നത് നോക്കാം. ദ മന്ത്ലി സാലറി ഓഫ് ഷീന ഈസ് 45,000, 45,000 ഷീ സ്പെൻഡ് 9,000 റുപ്പീസ് ഓൺ ഫുഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ്
ദ ടോട്ടൽ ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ഫുഡ്. എത്ര ഫുഡിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, അതായത് 45,000-ൻ്റെ എത്ര ശതമാനമാണ് എന്താ പറയുക 9,000 എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. 45,000-ൻ്റെ എത്ര ശതമാനമാണ് എക്സ് എന്ന് എടുക്കുക അല്ലേ, കാരണം അറിയില്ല എത്ര ശതമാനമാണ് 9,000. എങ്ങനെ ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാൻ ഈ 9,000-നെ അങ്ങനെ തന്നെ വെക്കും, ഇൻറ്റു 100. സമത്തിൻ്റെ ഇപ്പുറമുള്ള 100 അങ്ങ് പോകുമ്പോൾ ബൈ 100, ഇപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു 45,000 സമത്തിന് ഇങ്ങേപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 45,000. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ 0 ക്യാൻസൽഡ്, ഈ 0 ക്യാൻസൽഡ്, ഈ 0 ക്യാൻസൽഡ്. പിന്നെയോ വേറെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയുള്ളത് 90-ൽ 45 എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. പിന്നെ ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. അപ്പോൾ എത്ര ശതമാനമാണ്? 20% എന്നുള്ള ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്തോണേ. ഷീ ഏൺസ് 20% ഓഫ് ദ റിമൈനിങ് എമൗണ്ട്. ഹൗ മച്ച് ഡസ് ഷീ ഏൺ? ബാക്കി വരുന്ന എമൗണ്ടിൽ 20% സേവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെയുള്ളത് 45,000 അതിൽ 9,000 ഓൾറെഡി പോയി. അങ്ങനെ അങ്ങ് ബാക്കി എത്രയാണ് വരിക എന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ 20% കണ്ടുപിടിച്ചോളാം. ഞാൻ പറയുന്നില്ല, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വിച്ച് ഈസ് ഈക്വൽ 30% ഓഫ് 80. 30%. 80-ന് 30% എത്രയാണെന്ന ചോദ്യം. 80-ൻ്റെ 30% എത്ര? 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്, 24. 24 കിട്ടുന്ന ആൻസർ ഏതാണെന്ന് നോക്കുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് ഇപ്പം ചെയ്ത പോലെ ഞാൻ ഇവിടെ ചെയ്തു തന്നില്ലേ, അതേപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് നോക്കുക. അതോ നല്ലത്, അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകും. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ ആൻസറും ക്വസ്റ്റ്യൻ ആൻസറും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 1/2 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതും 3/4 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിമീറ്റർ ഒന്നും പഠിക്കാതെ പോകരുതേ. പെരിമീറ്റർ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഏരിയ പറയുന്നുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ എന്നാൽ ചുറ്റളവ്. അപ്പോൾ എല്ലാ അളവും കൂട്ടുക. ഇവിടെ 3/4 ആണെങ്കിൽ ഇതും 3/4 തന്നെയാണ് അല്ലേ. ഇവിടെ 2 1/2 ആണെങ്കിൽ ഇവിടെയും 2 1/2 തന്നെയാണ്. എല്ലാം കൂടി കൂട്ടിയാൽ മതി. 3/4 പ്ലസ് 3/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/2. 3/4-ഉം 3/4-ഉം മുക്കാലും കൂട്ടിയാൽ 1.5 1 1/2 പ്ലസ് 2 1/2 പ്ലസ് 2 1/2 എത്രയാണ് കിട്ടുക? ഇവിടെ 1ഉം 2ഉം 2 കൂടി 2ഉം 2 4 4 1 5. അരിയും കൂട്ടിയാൽ 1, പിന്നെ ഒരു അര കൂടി ബാക്കിയുണ്ടാവും. 5 1 6.5 പിന്നെ പെരിമീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്താണ്? ലെങ്ത്തിൻ്റെ വിടുത്താണ്. അത് എളുപ്പവഴി എന്നാൽ ഏരിയൻ്റെ ഇക്വേഷനാണ് ലെങ്ത്തിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത്. ഇവിടെ ലെങ്ത്തും വിടുത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്, വെറുതെ ചെയ്താൽ മാത്രം മതി. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ വിടുത്താണ്. ലെങ്ത്ത് എത്രയാണ്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 1/2. വിടുത്ത് എത്രയാണ്? 3/4. 2 1/2 പറഞ്ഞാൽ എത്രയാണ്? 5/2 അല്ലേ. അപ്പോൾ 5/2 ഇൻറ്റു 3/4 ചെയ്താൽ മതി. എത്രയാണ് വരിക? 5 3 ഗുണിച്ചാൽ 15, 4 2 4 ഗുണിച്ചാൽ 8, 15/8. ഇതിൻ്റെ നോർമൽ ഫ്രാക്ഷനിൽ മിക്സഡ് ഫ്രാക്ഷനിലോട്ടേക്ക് മാറ്റിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കൊള്ളാം. ഈ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ 2 1/2. 2 1/2 ഈക്വൽ അല്ലാത്തത്, നോട്ട് ഈക്വൽ ടു 2 1/2 വെച്ചാൽ 5/2 അല്ലേ. 5/2 ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇത് ഈക്വൽ ആണ്. 10/4-ൻ്റെ ലീസ്റ്റ് ഫോം എടുത്താൽ 5/2 എന്നല്ലേ കിട്ടും, അതും ഈക്വൽ ആണ്. ഇതിൽ ഏതാണ് 5/2 വരാത്തത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തോളാം. ആക്ടിവിറ്റി 4 നോക്കാം. ദ ഇന്നർ ലെങ്ത് ഓഫ് എ വാട്ടർ ടാങ്ക് ഈസ് 5 മീറ്റർ, വിഡ്ത്ത് 4 മീറ്റർ, ഹൈറ്റ് 3 മീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ വാട്ടർ ടാങ്ക് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇപ്പം ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. മിക്കവാറും വോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചില്ല എങ്കിൽ ഇതിന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് പറയുന്നത്? ലെങ്ത്ത് 5, വിഡ്ത്ത് 4, ഹൈറ്റ് 3 അല്ലേ. ലെങ്ത്ത് 5, ഹൈറ്റ് 4, വിഡ്ത്താണ് 4, ഹൈറ്റ് 3 തോന്നുന്നു. എന്തോ എല്ലാം മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു.
എല്ലാം മീറ്ററിലാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഹൈറ്റ് 3. ഓക്കെ, കറക്റ്റാണ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്? വോളിയം കണ്ടുപിടിക്കാൻ അറിയാലോ. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ലെങ്ത് എത്രയാണ്? 5 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3. അപ്പോൾ 14 20 20 ഇൻറ്റു 3 60 മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. പേ കഴിഞ്ഞു. ബി എന്താണ്? ആഫ്റ്റർ 1 day യൂസ് ദ വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ബൈ 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ താണു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വാസ് യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ? ആ ഡേ എത്ര ലിറ്റർ വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് ഈ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം 50 സെൻറ്റിമീറ്റർ വാട്ടർ താണു എന്നാണ് പറയുന്നത്. ഇപ്പം ഇത്ര വാട്ടർ കുറഞ്ഞു 50 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ ഭാഗത്തിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. മനസ്സിലായോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് സംശയം വരേണ്ട കാര്യമില്ല, എത്ര തവണ പഠിച്ചാണ്. അപ്പോൾ ലെങ്ത്ത് മാറുമോ? ലെങ്ത്ത് എത്രയാണ്? ഇവിടെ ഓൾറെഡി ഉണ്ട് 5 മീറ്റർ. ആ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് ആക്കിയാൽ മതി. അപ്പോൾ 5/100 സെൻറ്റിമീറ്റർ. എന്തിനാ സെൻറ്റിമീറ്ററിലേക്ക് ആക്കി? ഇത് സെൻറ്റിമീറ്ററിലായതുകൊണ്ടാണ്. ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? അത് ഇവിടെ ഉണ്ട് 4 മീറ്റർ. അതിന് സെൻറ്റിമീറ്ററിലേക്ക് 4/100 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. കുറച്ചും കൂടി ഭംഗിക്ക് 50/1 എന്ന് എഴുതാം. ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 4 ഇൻറ്റു 50 ഓൾ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഇൻറ്റു 100. ഇങ്ങനെ സോൾവ് ചെയ്യാം. ഏതൊക്കെ 0 ക്യാൻസൽ ആവും? ഇവിടെയുള്ള 0യും ഇവിടെയുള്ള 0യും ക്യാൻസൽ ആക്കാൻ പറ്റും. പിന്നെ ബാക്കി എന്താണ് ചെയ്യാൻ പറ്റുക? 5 ഇൻറ്റു 4 14 20 ആണ്. 20 ഇൻറ്റു 5 100 ആണല്ലേ. 100 ഡിവൈഡ് ബൈ താഴെ ആരാ ബാക്കി? ഒരു 100ഉം ഇൻറ്റു ഇവിടെ എത്രയുള്ള 10ഉം. ഈ 0യും 2 0യും ഈ 2 0യും ക്യാൻസൽ ആയി. ബാക്കി ആരുണ്ടാവുക? 1/10. 1/10 ആണ് ഇവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1/10 എല്ലാ സെൻറ്റിമീറ്ററിലുള്ള സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ സെൻറ്റിമീറ്റർ ക്യൂബിനെ നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇൻറ്റു 1000 ആണ്. ഇൻറ്റു 1000. 1/10 ഇൻറ്റു 1000 നമ്മൾ ചെയ്യണം. 1000/1 എന്ന് എഴുതാം. ചെയ്താൽ എന്താ കിട്ടുക? 1 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 1 10. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വെച്ച് കിട്ടുക? 100 ലിറ്റർ എന്നുള്ള ആൻസർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് പറയുന്നത് കറക്റ്റ് ആണെന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുമ്പം ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഈ പ്രോബ്ലം കുറച്ചധികം ചെയ്യാനുണ്ടേ. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 കപ്പാസിറ്റി പഠിക്കണം. 2 വോളിയം പഠിക്കണം. 3 സെൻറ്റിമീറ്റർ ക്യൂബ് ടു ലിറ്റർ പഠിക്കണം. 4 ലിറ്റർ ടു സെൻറ്റിമീറ്റർ ക്യൂബ് പഠിക്കണം. അതേപോലെ തന്നെ 2 മീറ്റർ ക്യൂബിലുള്ള കൺവേർഷൻസും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചാപ്റ്റർ എന്തായാലും ചോദ്യം ഉണ്ടാവുമെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ വോളിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിന്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മുടെ 4 പേരുള്ള ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. 5ാമത്തെ ചോദ്യം ഗ്രാഫാണ്. ഞാൻ അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗ്രാഫ് നോക്കിയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്കറിയാം. ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല. 6A 10 ബോയ്സും 20 ഗേൾസുമാണ്. ഇവിടെ നോക്കിയാൽ മതി. 10 ബോയ്സും ബ്ലാക്ക് ആണ് ബോയ്സ്. 10 ബോയ്സും 20 ഗേൾസുമാണ്. 6Bയോ 20 ബോയ്സാണ് വരുന്നത് അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേൾസ് എത്ര വരുന്നത്? കുറച്ചും കൂടി 5 10 15 20 25 വരുന്നുണ്ട്. 25 വരുന്നുണ്ട്. 6C ആരാ ഇവർ? എത്രയാ പിന്നെ ബോയ്സ് വരുന്നത്? 15 അല്ലേ. 15. ഗേൾസ് എത്രയാണ് വരുന്നത്? 20. അപ്പോൾ അത് നോക്കി കംപ്ലീറ്റ് ചെയ്യാം. BC വായിച്ച് നോക്കുക. വിച്ച് ക്ലാസ് ഹാസ് എ ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്? ബോയ്സും ഗേൾസും ഈക്വൽ നമ്പർ ആയത് ആരാണ്? ഇവിടെ ആരാണ്? 6E ആണ്. റൈറ്റ് അനദർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിൽ പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും.
റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം. അതായത് ഈ ഡയഗ്രത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. 100% ഉറപ്പുള്ള ചോദ്യമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചോണം, വേറെ വഴികളൊന്നുമില്ല. ആക്ടിവിറ്റി 6 നോക്കാം. എ റെക്ടാങ്കുലർ ബോർഡ് ഈസ് 2 മീറ്റർ 5 സെൻറ്റിമീറ്റർ ലോങ്. 2 മീറ്ററും 5 സെൻറ്റിമീറ്ററും വലുപ്പമുണ്ട്. ആൻഡ് 1 മീറ്റർ 75 സെൻറ്റിമീറ്റർ വൈഡ് വീതിയും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബോർഡ്? ആ ബോർഡിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. 2 മീറ്റർ 5 സെൻറ്റിമീറ്ററിന് ചുരുക്കിയിട്ട് നമുക്ക് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയും. കാരണം മീറ്റർ സെൻറ്റിമീറ്റർ നമ്മൾ 100ൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. നമുക്ക് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയാം. സോറി 2.5 മീറ്റർ, സെൻറ്റിമീറ്റർ അല്ല, 2.5 മീറ്റർ, സെൻറ്റിമീറ്റർ അല്ല, മീറ്ററിലോട്ടേക്കല്ലേ മാറ്റുന്നത്, മാറിപ്പോയതാണ്. 2.5 മീറ്റർ എന്ന് പറയാം. 2.5 മീറ്റർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ 2.50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ 0 ആണ്, അതിന് അത്ര വാല്യൂ ഇല്ല. അപ്പോൾ അതും വരാനുള്ള സാധ്യതയുണ്ട്, മനസ്സിലാക്കി വെച്ചാൽ മതി. ബി റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് ദ വിഡ്ത്ത്. വിഡ്ത്ത് ഇപ്പം 1 മീറ്ററും 75 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷണൽ ഫോം എങ്ങനെയാണ് എഴുതുക? ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ അങ്ങനെ തന്നെ ഉണ്ടാവും, 75/100 ഉണ്ടാവും. ഇതായിരിക്കും ഉത്തരം. കാരണം നമുക്ക് ആ സെൻറ്റിമീറ്ററിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ, അതിൻ്റെ പെരിമീറ്റർ ചുറ്റുമുള്ള അളവ് കണ്ടുപിടിക്കുക. കാരണം അതിൻ്റെ എന്താ പറയുക, ലെങ്ത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 2.5 ആണ്. വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, 1.75 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചോളാം. ഇവിടെ പഠിക്കേണ്ട കാര്യം ഒന്ന്, ഈ പറഞ്ഞ പോലെ ഡെസിമൽസ് കൃത്യമായിട്ട് പഠിക്കണം. ഡെസിമൽ പഠിക്കണം. 2 ഡെസിമൽ ഓപ്പറേഷൻസും പഠിക്കണം. അത് രണ്ടും പഠിക്കാണ്ട് വരണ്ട. അതുകൊണ്ട് ഇവിടെ ചോദ്യം വന്നത്. ആക്ടിവിറ്റി 7 ഡെസിമൽ ഫോം ഫ്രാക്ഷൻ ഫോം ചൂസ് ചെയ്യലാണ്. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. 50% എന്ന് വെച്ചാൽ പകുതി അല്ലേ, അത് 1/2 ആണ്, ഓൾറെഡി അറിയാം. ബാക്കിയുള്ളത് എളുപ്പം കണ്ടുപിടിക്കാൻ 100 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. 20% എന്ന് പറയുമ്പോൾ 20/100. 20 എന്ന് പറഞ്ഞാൽ 0 ക്യാൻസൽഡ്, 2/10. 2/10 എന്ന് വെച്ചാൽ എത്രയാണ്? 1/5 ഇവിടെ ഉണ്ടാവുമല്ലോ, ഇതാ 1/5. അത് കിട്ടില്ല. 40% എന്ന് വെച്ചാലോ 40/100. 0 ക്യാൻസൽഡ്, 4/10. 4/10 വരുമ്പോൾ 2/5. ഇതാ 2/5 ഇവിടെ ഉണ്ടല്ലോ, 2/5. 12.5% എങ്ങനെ കണ്ടുപിടിക്കുക? 12.5%, 12.5 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 12.5 എങ്ങനെയാണ് മാറ്റുക? 125/10 ഡിവൈഡഡ് ബൈ 100 ആണ്. അതായത് ഒന്നുകൂടി മാറ്റി ചെയ്താൽ എങ്ങനെ കിട്ടും? 125/10 ബൈ 100നെ ഇൻറ്റു ചെയ്യുമ്പം ഇൻറ്റു 1/100 ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 125/1000 കിട്ടും. 125/1000 വരും. 125/1000 അതിനെ ചുരുക്കിയാൽ എന്ത് കിട്ടും? 125നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1000നെ 125 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8, 1/8 എന്ന് കിട്ടും. ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കുന്നതാണ്. 30% എന്ന് പറയുമ്പോൾ 30/100. 0 ക്യാൻസൽഡ്, 3/10 കിട്ടും. 3/10 ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവുക. 3/10 0.3. 10 കൊണ്ടാകുമ്പോൾ ഒരു ഡെസിമലിൽ ആഡ് ആവുക, അപ്പോൾ 0.3. ഇത് നമ്മുടെ ഈ പറയുന്ന ഡെസിമൽ ഫോംസെന്നും അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ഫോംസെന്നും ഒരുമിച്ച് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ കുറച്ചൊന്ന് ടഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസും കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? പിന്നെ ഇത് നമ്മുടെ അൾജിബ്രയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ലെറ്റർ മാത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ചോദ്യം വായിക്കുന്നില്ല, ഇവിടെ ജസ്റ്റ് കാര്യം മാത്രം പറയാം. 10 രൂപയുടെ 3 നോട്ടുണ്ട്, 20 രൂപയുടെ 2 നോട്ടുണ്ട്, 50 രൂപയുടെ 1 നോട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 120 ആണ്. കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 × 10 കണ്ടോ, 3 × 10, 2 × 20, 2 × 20, 1 × 50, 1 × 50. സാധാരണ ക്ലാസ്സിൽ പറഞ്ഞ പ്രോബ്ലമാണ് ഇത്, ഇങ്ങനെ തന്നെ വരുന്ന പറഞ്ഞ പ്രോബ്ലമാണ്. കൺസിഡർ ദ നമ്പർ ഓഫ് 10 rupees ഇസ് എ. നമ്പർ ഓഫ് 10 rupees എ ആണ്. നമ്പർ ഓഫ് എ 20 rupees ഈസ് എൻ.
20 റുപ്പീസിനെ എൻ എന്നാണ് വിളിക്കുന്നത്, നമ്പർ ഓഫ് 20 റുപ്പീസ്. 50 റുപ്പീസ് ഈ സി, 50 രൂപേനെ സി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ടിന് ടി എന്നാണ് വിളിക്കുന്നത്. ഹൗ ക്യാൻ യു റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് അൾജിബ്രിക് ഫോം? വളരെ എളുപ്പമാണ്. ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 10 പ്ലസ് n ഇൻറ്റു 20 പ്ലസ് സി ഇൻറ്റു 50. ഇതൊന്നും കൂടി ഭംഗിയിൽ ഇത് എന്താ പറ്റും? ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 10 എന്ന് വെച്ചാൽ ഏട്ടൻ ഒന്ന് വായിച്ചു കളയറ്. എന്താ കിട്ടുക? 10a പ്ലസ് n ഇൻറ്റു 20 വെച്ചാൽ 20n പ്ലസ് സി ഇൻറ്റു 50 എന്ന് വെച്ചാൽ 50c. ഇതാണ് അതിൻ്റെ അൾജിബ്രിക് ഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഈ പാഠഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ഭാഗവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഡെസിമൽ ആണെങ്കിലും ഡെസിമൽ ഓപ്പറേഷൻസ് ആണെങ്കിലും എല്ലാം ക്ലിയർ കട്ടായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഇതെല്ലാം നോട്ടിൽ ചെയ്തിട്ട് പഠിക്കുക. പെർസെൻറ്റേജിൻ്റെ ഭാഗമൊന്നും വിട്ടുകൊണ്ട. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.